ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT UG എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ 2024 നടക്കുന്ന പരീക്ഷയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്, ഇഫ്ലു തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും പ്ലസ് ടുവിന് ശേഷമുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷയാണ് CUT UG. 2024 പരീക്ഷ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ വാർത്തയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നമ്മളാണ് നോക്കാൻ പോകുന്നത്. NTA ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് NTA ടു കണ്ടക്ട് CUT UG ഇൻ ഹൈബ്രിഡ് മോഡ് ദിസ് ഇയർ വിത്ത് ഫ്യൂവർ സബ്ജക്ട് ചോയ്സസ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ള നിലക്ക് CUT UG എൻട്രൻസ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ്. ഒരുപാട് കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ കൂടിയാണ് CUT UG എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലൊട്ടാകെ നടക്കുന്ന ഒരു പരീക്ഷ എന്നുള്ള നിലയ്ക്ക് ഈ പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടക്കുന്നത്. അതായത് നമുക്കൊരു സെൻറ്റർ ഉണ്ടാവും, ആ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വെച്ചുകൊണ്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരുപാട് ആളുകൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ വർഷം ഹൈബ്രിഡ് മോഡ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് മോഡ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സോ ദ NTA ഈസ് ഓൾസോ വർക്കിംഗ് ഓൺ എൻഷുറിംഗ് ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് CUT UG 2024 ഈസ് കെപ്റ്റ് ആസ് മോഡറേറ്റ് ടു അവോയ്ഡ് സ്ട്രെസ് അമംഗ് സ്റ്റുഡൻസ്. കുമാർ എന്ന് പറയുന്നത് ജഗദേഷ് കുമാർ UGCയുടെ ചെയർമാനാണ്. UGCയുടെ ചെയർമാനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് UGC ചെയർമാൻ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം അത് ഷെയർ ചെയ്യുകയും ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദീക്ഷ തേരി റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസാണ്. എന്താണ് പറയുന്നത്? 2 വർഷം തുടങ്ങിയത് മുതൽ ഇറ്റ് വാസ് കണ്ടക്റ്റഡ് ഓൺലൈൻ. സിൻസ് CUT വിൽ നൗ ബി ഹെൽഡ് ഇൻ ഹൈബ്രിഡ് മോഡ് ടു അലൗ കാൻഡിഡേറ്റ്സ് പെർട്ടിക്കുലർലി ദോസ് ഫ്രം റൂറൽ ഏരിയാസ് ടു ടേക്ക് ദ എക്സാം ക്ലോസർ ഹോം ദ ഇന്ത്യൻ എക്സ്പ്രസ് ഹാഡ് ലേൺഡ്. അതായത് ഹൈബ്രിഡ് മോഡിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്ന സമയത്ത് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എന്നുള്ള സ്വഭാവത്തിലേക്കായിരിക്കും ഈ പറയുന്ന എക്സാമിനേഷൻ വരാനുള്ള ഒരു സാധ്യത ഉള്ളത്. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് ഒരു ഇഷ്യൂ ആണ്, കണക്ടിവിറ്റി ഒരു ഇഷ്യൂ ആണ്, ട്രാൻസ്പോർട്ടിന് ഇഷ്യൂ. കാരണം ഒരുപക്ഷെ റൂറൽ ഏരിയയിൽ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളില്ലെങ്കിൽ അവർക്ക് കുറച്ച് അർബൻ ഏരിയയിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് പോകേണ്ടി വരും. ഒരുപക്ഷെ ഇൻ്റർ സ്റ്റേറ്റ് ട്രാവൽ പോലും നടത്തേണ്ട ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന ഹൈബ്രിഡ് മോഡിലേക്ക് വരുന്നതെന്നുള്ളതാണ്. So the registration for examination conducted by an NTA agency on behalf of likely to begin around February 19. ഇത് പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഡേറ്റ് ആണ്. ഫെബ്രുവരി 19 മുതൽ എന്താണ് ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ അപേക്ഷ വിളിച്ചു തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു സീനിയർ ഒഫീഷ്യൽസ് ഇൻ NTA UGC, the third edition of the exam scheduled to be held between May 15 and 31 will see some major changes from the format to number of subjects allowed to the difficulty level. അതായത് എന്തെല്ലാം ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് ഫോർമാറ്റിൽ ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് ലെവലിൽ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെയുള്ള ഡിഫിക്കൽട്ടി ലെവലിലുള്ള ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ UGC ചെയർമാൻ പറയുന്ന സംഗതി എന്താ? ഫോർ സബ്ജക്ട് വിത്ത് ഹയർ രജിസ്ട്രേഷൻ the test will be conducted using OMR sheets instead of computer based test format. അതായത് കൂടുതൽ രജിസ്ട്രേഷൻ വരുന്ന സബ്ജക്റ്റുകളെ OMR ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഫോർ സബ്ജക്ട്സ് വെർ ദർ വിൽ ബി എ ഹയർ പെർസെൻറ്റേജ് ഓഫ് രജിസ്ട്രേഷൻസ് വി വിൽ ബ്രിങ് an OMR multiple choice question format. In this way we will be able to conduct exam for those specific subjects on one day and in one shift for all candidates in the country. We will be able to use several schools, colleges and educational institutions as exam halls, just like we do for other exams such as NEET. So national testing agency തന്നെയാണ് NEET examination സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ ഇപ്പോഴും പേപ്പർ പെൻ എക്സാമിനേഷനാണ്, OMR ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സാമിനേഷനാണ്. സ്വാഭാവികമായിട്ടും OMRലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന സ്കൂളുകളെ സംവിധാനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതൽ രജിസ്ട്രേഷനുള്ള സബ്ജക്ട്സിന് OMR എക്സാമിനേഷൻ വരുന്നതോടുകൂടി എന്താണ്
ഈ പറയുന്ന ചേഞ്ചസ് സംഭവിക്കാൻ പോവുകയാണ്. റൂറൽ ഏരിയയിലുള്ള ആളുകൾക്കും കുറേ ട്രാവൽ ചെയ്യാത്ത സമയം ഉണ്ടാവും. ലാസ്റ്റ് ഇയർ അറൌണ്ട് 28 lakh കാൻഡിഡേറ്റ്സ്, 28 ലക്ഷം കാൻഡിഡേറ്റ്സ് CUT UGക്ക് ഇരുന്നു എന്നാണ് പറയുന്നത്. 28 ലക്ഷം വലിയ നമ്പറാണ്, അത് വളരെ പ്രധാനപ്പെട്ട നമ്പറാണ്. ഹയസ്റ്റ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് റിസീവ്ഡ് ഫ്രം ഉത്തർപ്രദേശ്, UP യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപ്ലിക്കൻസ് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാമിനേഷൻ 3 ഷിഫ്റ്റായി സംഘടിപ്പിക്കും. 9 AM to 11 AM, 12:30 PM to 2 PM and 4 PM to 5:30 PM according to Kumar. The hybrid format will reduce the number of exam days as well. അതായത് 10-15 ദിവസമൊക്കെ എക്സാമിനേഷൻ ഉണ്ടാകുമായിരുന്നു, അത് ഈ പറയുന്ന എക്സാമിനേഷൻ ഡേറ്റിനെല്ലാം കുറയും. കാരണം ഹൈ രജിസ്ട്രേഷനുള്ള സബ്ജക്ട്സിനെ ഇപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പരീക്ഷ നടത്തുന്നതിന് പകരം പല 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 സ്ലോട്ടുകളായിട്ട് പരീക്ഷ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാറ്റങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ പ്രോസസ്സും കാൽക്കുലേഷനും ഒക്കെ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് സബ്ജക്ട്സ് എ കാൻഡിഡേറ്റ് ക്യാൻ ചൂസ് വിൽ ബി കട്ട് ഫ്രം 10 to 6. അത് പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ്. 10 സബ്ജക്റ്റ് എന്നുള്ളതിൽ നിന്നും 6 സബ്ജക്റ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് പറയുന്നത്. ദെൻ മെനി സ്റ്റുഡൻസ് ഫോർ പിക്കിംഗ് ഓൾ ദ 10 സബ്ജക്റ്റ് ഓപ്ഷൻ. അതായത് NTA മനസ്സിലാക്കുന്നത് എന്താണ്, എല്ലാവരും 10 കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് 10 എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിന്നും മാറിയിട്ട് എന്നുള്ളതാണ്. ലാർജ് നമ്പർ ഓഫ് ഓപ്ഷൻസ് വാസ് ഓഫ് സപ്പോസിങ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ അലോട്ടിംഗ് എക്സാം സെൻറ്റേഴ്സ് ഫോർ സം സ്റ്റുഡൻസ്. സിൻസ് ഫ്യൂ സ്റ്റുഡൻസ് വർ പിക്കിംഗ് ദ ലാർജ് നമ്പർ ഓഫ് ചോയ്സസ്, allotment of centers became very complex. Since our data shows that most students were only taking 4 or 5 papers in this CUT UG, we will permit students to take only 6 text papers, which would include 3 domain subjects, 2 language and general test. അതായത് 3 ഡൊമൈൻ സബ്ജക്റ്റ്, 2 ലാംഗ്വേജ്, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ 6 വിഷയം വരെ കൊടുക്കാമെന്നുള്ള സ്വഭാവത്തിലേക്ക് വരുന്നു. ഈ പറയുന്ന NT is also working on ensuring the difficulty level of CUT UG 24 is kept as moderate towards stress among students. ഇപ്പോൾ സ്ട്രെസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതി ചെയ്യുന്നു എന്ന് മോഡറേറ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അപ്പോൾ CUT UG എക്സാമിനേഷൻ ഹൈബ്രിഡ് ആവാൻ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ പറയുന്ന വാർത്തയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ CUT UGയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, വിവരങ്ങളും വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും അറിയിക്കുകയും ചെയ്യുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.